ഇന്നും നമുക്ക് യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ജീവിതത്തിൽ ഏതൊരാൾക്കും ഒറ്റപ്പെടൽ എന്നത് സഹിച്ചുകൂടാൻ കഴിയാത്ത കാര്യമാണ്. നമ്മളാരും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നുമൊക്കെ ഇതുണ്ടാകുമ്പോൾ ആർക്കാണ് അത് സഹിക്കാൻ പറ്റുന്നത്? ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഒറ്റപ്പെടൽ സംഭവിക്കുമെന്നോ ഇങ്ങനെ ഇവർ നമ്മെ ഒറ്റപ്പെടുത്തുമെന്നോ മുന്നമേ അറിയുമായിരുന്നെങ്കിൽ തീർച്ചയായും അവരുമായി നമ്മൾ ചങ്ങാത്തം കൂടില്ലായിരുന്നു. എന്നാൽ നോക്കൂ, ഇതെല്ലാം മുന്നമേ അറിഞ്ഞിട്ടും ജീവന് തുല്യം സ്നേഹിക്കുകയും ജീവൻ തന്നെ അവർക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ഏറ്റവും വലിയ മാതൃക. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14 അധ്യായം 50 വാക്യം വായിക്കട്ടെ. ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. കഴിഞ്ഞ 3.5 വർഷക്കാലം കൂടെ നടന്ന് അനവധി അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ് ഈ ശിഷ്യന്മാർ. തന്നെയുമല്ല, കർത്താവ് എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്തോ ആ അത്ഭുതങ്ങളൊക്കെ ചെയ്യുവാൻ അധികാരം കൊടുത്തയച്ച് അവർക്കും അത് ചെയ്യാൻ കരുത്തും പ്രാപ്തിയും ഉണ്ടാക്കി കൊടുത്ത കർത്താവാണ് ഇവിടെ ഒറ്റപ്പെട്ടു പോയതെന്ന് നമ്മൾ മറന്നു പോകരുത്. സത്യത്തിൽ ഇവരെ നമ്മൾ അങ്ങനെ അങ്ങ് കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ജീവിത വഴികളിൽ ഓരോ ദിവസവും ഇവർ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ്. കടലിൽ യാത്ര ചെയ്തപ്പോൾ പടക് മുങ്ങപ്പോകാറാകത്തക്ക നിലകളിൽ തിരമാലകൾ തള്ളിക്കയറി കാറ്റ് ശക്തമായപ്പോൾ കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാവുക എന്ന് പറഞ്ഞ് അതിനെ ശാന്തമാക്കി അവരെ ഉദ്ദിഷ്ട സ്ഥാനത്തെത്തിച്ച കർത്താവാണ് ഇപ്പോൾ ഇവരുടെ കൂടെയുള്ളത്. ആ കർത്താവ് ഇവിടെയും എന്തെങ്കിലും അത്ഭുതം ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിച്ചെങ്കിൽ തെറ്റില്ല. ഒരുപക്ഷെ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് ഇവിടെ സംഭവിച്ചത്. യാതൊരു അത്ഭുതവും നടക്കുന്ന മട്ടില്ല, ലക്ഷണമില്ല. അതുകൊണ്ടാണ് അവർ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോയതെന്നാണ് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത്. അപ്പം വിളമ്പാൻ സഹായിച്ചവരും അതിന് സാക്ഷ്യം വഹിച്ചവരുമൊക്കെയാണിവർ. അപ്പോഴൊക്കെ അധികം സന്തോഷിച്ചവരാ. കാരണം മറ്റുള്ളവർക്ക് കൊടുത്തത് കൂടാതെ ഓരോ കൊട്ട, അതെ 12 കൊട്ട ശേഖരിച്ചെടുത്ത് അവർക്ക് വ്യക്തിപരമായി കൊടുത്ത് അനുഗ്രഹിച്ച ദൈവമാണ് അവരുടെ കൂടെ ഉള്ളത്. അനുഗ്രഹം പ്രാപിക്കുമ്പോൾ എല്ലാവർക്കും ദൈവത്തെ വലിയ ഇഷ്ടമാണ്. എന്നാൽ അനുഗ്രഹം നിന്നു പോകുമ്പോൾ, അനുഗ്രഹം കുറഞ്ഞു പോകുമ്പോൾ അതേ ഇഷ്ടം നിലനിർത്തുന്നയാളാണ് യഥാർത്ഥ വിശ്വാസി. ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? അവർ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നല്ലോ, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? പത്രോസ് വേഗത്തിൽ കൊടുത്ത മറുപടി ശ്രദ്ധേയമാണല്ലോ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഉത്തരം കൊടുത്തയാളാണ് പത്രോസ്. ആ പത്രോസും ഇപ്പോൾ കർത്താവിനോട് കൂടെ ഇല്ല. കർത്താവിൻ്റെ മാറോട് ചാരിക്കിടന്ന യോഹന്നാനില്ല. വെളിപ്പാടും സ്നേഹവുമൊക്കെ സാഹചര്യത്തിനനുസരിച്ചല്ല വേണ്ടത്. സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും ഇത് രണ്ടും നിലനിൽക്കേണ്ടതാണ്. ഇവർ വാസ്തവത്തിൽ കർത്താവിനെ അനുഗമിച്ചത് ആകർഷണത്തിൻ്റെയും അത്ഭുതസിദ്ധിയുടെയും പേരിലായിരുന്നോ എന്ന് തോന്നിപ്പോകും. പുതിയ നിയമങ്ങളെ അതിലംഘിക്കുന്ന ദൈവിക പ്രവൃത്തികൾ കർത്താവിൽ നിന്ന് കണ്ടപ്പോൾ അവർ കർത്താവിനെ ആകർഷിച്ചതാണോ? അതൊക്കെ വെറും ജനപ്രിയ മാജിക്കായിട്ട് അവർ തെറ്റിദ്ധരിച്ചോ? അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഭൗതിക ശരീരത്തിൽ മുറിവുകളും പൊള്ളലുകളും സമ്മാനിക്കുന്ന മുൾവഴികളിലേക്കും ഇപ്പോൾ മരണത്തിലേക്കും പോലും ഒരു വിശ്വാസിയെ, ദൈവിക സമർപ്പണമുള്ള വിശ്വാസിയെ കൊണ്ടുവന്നെത്തിച്ചെന്ന് വന്നേക്കാം. ആകർഷണത്തിൻ്റെ പേരിലുള്ള അനുഗമനമാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. യഥാർത്ഥ വിശ്വാസി പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ ഓടി ഒളിക്കുകയില്ല. മനുഷ്യൻ്റെ സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ അകലെ നിന്ന് കാണുന്ന നിലയിലുള്ള ആളായിരിക്കില്ല അടുത്തിയെന്ന് കാണുമ്പോൾ. എന്ന കർത്താവ് അങ്ങനെയല്ല. അടുത്തറിയുന്ന ഏതൊരാൾക്കും വ്യക്തിപരമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കർത്താവ് ഇങ്ങനെ ഇത്ര വലിയ സ്നേഹത്തിൻ്റെ ഉടമയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതെന്ന ബോധ്യം നമുക്കുണ്ടാകും. ഒരു ചെറിയ തെറ്റിന് പോലും നമ്മെ അകറ്റി നിർത്തുന്ന നമ്മുടെ സുഹൃത്തുക്കളും സമൂഹവുമൊക്കെ ഒരു വശത്ത്, എന്നാൽ എല്ലാ തെറ്റും കുറവുകളും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് ഇപ്പുറത്ത്. ഇതൊക്കെ ഒരുപക്ഷെ മനസ്സിലാങ്ങാഞ്ഞിട്ടാണോ ഈ ശിഷ്യന്മാർ കർത്താവിനെ വിട്ടോടിപ്പോയത്? നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ നിമിഷങ്ങളിലും കർത്താവിനോട് ചേർന്ന് നടക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു സാഹചര്യവും അങ്ങയിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്നതായിരിക്കരുതേ. ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.